നിൽക്കാൻ. ഞാൻ ശിവൻ ഇവരെവിടെ പോണു? എന്റെ അടുത്ത കളി രക്ഷപ്പെട്ടേ. വണ്ടി കയറടി. ശിവനും കയറ്. വണ്ടി കൊണ്ടുവരണേ. മരുന്ന് വെക്കലും കേട്ടലും പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയമ്മ കേണൽ സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലോ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്ക്. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17. അത് 1.17 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെടുത്ത കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. ആ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടി നോക്കിയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയൊന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖമായിട്ട് കഴിയണു. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ അന്വേഷിച്ചേ പറഞ്ഞേ. ആ പിന്നെ പറഞ്ഞേക്കാം. അന്വേഷണം എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരെല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധമുണ്ടോ? എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ഞാൻ എപ്പ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ടേ ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു. ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. പറയടാ. നിഷി ഡിസ്റ്റർബ് ചെയ്യാതെ. ശിവനെ ഞാൻ ക്ലാസ് റൂമിലും ലാബിലും ഒക്കെ നോക്കി. ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചു കേട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിഷി അതോട് വെക്കാനാ പറഞ്ഞേ. നിന്റെ സ്വന്തം കൂട്ടുകാർ ഒരു പുസ്തകം തന്നാ അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവും. എടി അതിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ. പഠിക്കണം. ഓ, ഇത്രയുള്ള സംഭവം. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ അവള് കേണൽ സാറിന്റെ മോളാണല്ലോ. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പറഞ്ഞാ മതി. ഇവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ ആന്റി, നിഷിയോട് അങ്കിളുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ. എടാ മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് എറി വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരാ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താടാ ഉണ്ടായ?
എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായിക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണ കുറച്ചേരം കൂടി ഇരിക്കണ സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ഹായ്, എന്ന് കണ്ടായിരുന്നില്ലേ? ക്ലാസ് ഒന്നും ഇല്ലേ നിനക്ക്? അവക്ക് എവിടെയാ ക്ലാസ്സിൽ കയറാൻ നേരം? ആണോടി? അങ്കിള് ഭയങ്കര തിരക്കിലല്ലേ? വീട്ടിലേക്കൊന്നും കാണുന്നില്ല. എനിക്ക് എന്ത് തിരക്കാ മോളെ, ഡോക്ടർമാർക്കല്ലേ ഇപ്പൊ തിരക്ക്. അതെ അതെ. ആ ശരി, പോട്ടെ മോളെ. SP കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ബൈ. ഓക്കെ അങ്കിൾ. പോവാം. എന്താടി ഇന്നലെ റോഡിൽ ബഹളം? ആന്റി എന്ന് പപ്പ അന്വേഷിച്ചിരുന്നു. ആരന്വേഷിച്ചെന്നാ? പപ്പയല്ല, മമ്മി അന്വേഷിച്ചത്. അതിന് മമ്മി ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണല്ലോ. നാണില്ലല്ലോ നിനക്ക്. വെറുതെ ആ പാവത്തിന്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹായ് ശിവ. ഹായ്. ഇന്നലെ എന്താ ഉണ്ടായേ? നിഷിത വീണുന്നോ? ശിവനെ ആളുകള് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, ഒന്നും വീണതാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു കവിത വെച്ചായിരുന്നു, വായിച്ചോ? ഒരു പൊട്ട കവിത. വെറുതെ ഇരുന്നപ്പോ ഒരു തമാശക്ക്. എങ്ങനെയുണ്ട്? അസലായിരുന്നു. അതെ, ഇനി ഇതേപോലുള്ള കവിതകൾ വെക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കണം കേട്ടോ. അതെന്റെ ആരോഗ്യത്തിന് നല്ലത്. കൊറേ ദിവസമായല്ലോ മോളെ ശിവനെ കണ്ടിട്ട്. ശിവൻ ഭയങ്കര പഠിപ്പിസ്റ്റല്ലേ, ഒന്ന് കത്തി വെക്കാൻ പോലും സമയമില്ല. റാങ്ക് മേടിക്കാനുള്ള കളിയാ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എനിക്കിനി ഒരു കൊല്ലവും കൂടിയില്ലേ. അല്ലെങ്കിൽ ശിവനെ പോലെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സാവണം, അത് മതി. അയ്യോ, ശരിക്ക് പഠിക്കാതെ എന്നെ പോലുള്ള പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുതേ. അമ്മൂമ്മയാണോ പാവം? മകൻ അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മരുമോൾക്ക് എറണാകുളത്ത് ബിസിനസ്. അമ്മൂമ്മയ്ക്ക് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ സുഭിക്ഷമായിട്ട് 3 നേരവും ഗുളികയും വിഴുങ്ങിയുള്ള ജീവിതം. പ്രൈവറ്റ് ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടില്ല എന്നും പറഞ്ഞ അവരെന്നെ ഇവിടെ കൊണ്ടിട്ടത്. ഇവിടെ ചികിത്സയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മകൻ അടുത്തെങ്ങാനും വരുന്നുണ്ടോ? ആർക്കറിയാം കുട്ടിയെ. അവന്റെ ഭാര്യ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞു വെറുതെ പെട്രോൾ കാശൊന്നും കളയണ്ടാന്ന്. അത് കേട്ടപ്പോ സന്തോഷായിട്ടുണ്ടാവും. ആഹാ, നിനക്കിന്ന് ക്ലാസ് ഒന്നുമില്ലേ? ഇത് ഫൈനൽ ഇയറുകാരുടെ കേസ് സ്റ്റഡിയാ. അവൾ അവിടെ നിന്നോട്ടെ ഡോക്ടറെ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നും മന്ത്രവും ഒന്നും ഇനി ഫലിക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. മനസ്സിന് സുഖം വേണ്ടേ? അമ്മൂമ്മ ഈ പറഞ്ഞത് മെഡിക്കൽ സയൻസിലെ വലിയൊരു തിയറിയാണ്. മെന്റൽ ഹെൽത്തും
ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും. അമ്മൂമ്മയൊന്ന് കാണാലോന്ന് വെച്ച് കയറിയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? നോർമലാണ് മാഡം. ഗുഡ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ. മുത്തശ്ശി, അവളെയും നിന്നെയും കൂടി ഒരുമിച്ചൊന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ മോനെ. നീ റാങ്ക് മേടിക്കാൻ ഓടി നടക്കാണെന്നാ നിഷിമോള് പറഞ്ഞത്. പഠിക്കാൻ ഒരുപാടുണ്ട് മുത്തശ്ശി, അതുകൊണ്ടല്ലേ. മരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കുട്ടിയെ. നിങ്ങൾ വരുമ്പോഴാ അമ്മൂമ്മയ്ക്ക് ഇത്തിരി ആശ്വാസം. എന്നാ പിന്നെ ഇവിടെ ഈ മരുന്നിന് ചെലവാക്കുന്ന കാശ് ഞങ്ങൾക്ക് രണ്ടാ കൂടെ തന്നാ പോരെ? പോടാ അവിടുന്ന്. അപ്പോഴേ ഞാൻ വരട്ടെ എന്റെ ചുഞ്ചിരിക്കുട്ടി. ടാറ്റാ. സെവൻ ബിയിലെ പേഷ്യന്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല മാഡം. ഇപ്പൊ എങ്ങനെയുണ്ട്? കുമാരേട്ടാ, മക്കള് വന്നില്ല കുമാരേട്ടാ? ഇല്ല. ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ വാങ്ങിച്ചോ? ഇല്ല. വാങ്ങിക്കണ്ട കേട്ടോ. ദാ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട്. അപ്പോ കഴിക്കണേ. The thyroid is an endocrine gland situated in the lower part of the front and sides of the neck. Yes? What do you want? സോറി മാം, ഇന്നത്തെ ബർത്ത്ഡേയാ. Many happy returns of the day. താങ്ക് യു മാം. മാം, ശിവരാജിനെ ഒന്ന് വിളിക്കൂ. Shivraj, we are wanted. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. വാ. എന്താ? എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്നിട്ട് അവളവിടെ? വാ. Come on. എങ്ങനെയുണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജാനറ്റ് റോസ് ആരാണെന്ന്? ഇവക്ക് എന്താ പറ്റി? ആക്സിഡന്റോ? അവള് പറഞ്ഞത് സത്യ. ഒരു ബോണ്ട എന്റെ തൊണ്ടയിൽ കുടുങ്ങി. മിണ്ടാനും പറ്റുന്നില്ല, വിഴുകാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ജാനറ്റിനോട് പറഞ്ഞു ശിവനെ വിളിക്കാൻ. ഓഹോ, അല്ല ഈ മിണ്ടാൻ പറ്റാത്ത നീ എങ്ങനെ ശിവനെ വിളിക്കാൻ പറഞ്ഞേ? ക്ലീൻ ബൗൾ, അതും ചീറ്റി. ഞാൻ പോവാ. രഞ്ജിനി മാഡത്തിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശിവ, 2 ബോണ്ട നീ ഒരുമിച്ച് വിഴിയിക്കും. നിന്റെ സൂക്കേട് താനെ മാറിക്കോളും കേട്ടാ. ശിവനെ നോക്കി നടക്കായിരുന്നു ഞാൻ. അപ്പഴാ ക്യാൻറ്റീനിലുണ്ടെന്ന് ദിവ്യ പറഞ്ഞേ. ഞാനൊരു കവിത തന്നോട്ടെ? അല്ല, അതിപ്പോ ഇപ്പൊ തന്നെ വേണോ? സൗകര്യമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോരെ? ശിവനല്ലേ പറഞ്ഞത് ഇനി കവിത തരുമ്പോ പറഞ്ഞിട്ട് തരണോന്ന്? ഇവനിതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ഞങ്ങളുടെ സുന്ദര ചേട്ടൻ വായിച്ചിട്ട് മറുപടി എന്നാ പോരെ? പോരെ ശിവ? ഇപ്പൊ മോളിച്ചല്ലേ ശിവ? നിന്റെ ആന്റിയെ പോലൊരു പാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു. ശിവനെ ചാടിക്ക് വേണ്ടി പോയപ്പോ ഇന്നും കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒന്ന് വേഗം വാ. സെലക്ഷൻ ഉണ്ടാവോ? നോക്കാം. എന്റെ വക നിനക്കൊരു ഷർട്ട് എന്താ? ഇപ്പൊ വേണ്ട. എന്റെ ഷർട്ടെല്ലാം നിന്റെ വകയല്ലേ. വീട്ടിലെ അമ്മ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴും നിന്റെ ഷർട്ട് ഇട്ടുണ്ട് എന്നാലേ അവര് വിചാരിക്കും ഞാൻ ഒരു ദരിദ്രവാസിയാണ്. അതല്ലാതെ തന്നെ അവർക്ക് അറിയാലോ, സ്വന്തം മോനല്ലേ. അതെ, നിങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്തോട്ടോ. അയ്യോ, നമ്മുടെ ബൈക്ക് അവിടെ. നമ്മുടെ ബൈക്ക് അവിടെ പോയി. അവിടെ ആയിരുന്നല്ലോ. ശിവ, ശിവ, ദേ നമ്മുടെ ബൈക്ക്. എടാ വിവേക്, നീ ഇവിടെ? നിഷി, ഇത് വിവേക്, ഞങ്ങളുടെ പഴയ 5N കമ്പനിയിലെ. നമസ്കാരം പെങ്ങളെ. അല്ല, വണ്ടിയുടെ താക്കോല് ശിവന്റെ കയ്യിലല്ലേ? അതെ, പക്ഷെ ബൈക്ക് ഞങ്ങളുടെ കയ്യില. അതെങ്ങനെ? അതാണ് 5N കമ്പനി. അല്ല, ഇതാരാടാ? ഓ സോറി,
ഇതെന്റെ ഫ്രണ്ട് അനിൽ. ഹായ്. ഇതാണ് ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിലെ 5ാമൻ. ഓ ശിവൻ. ഹലോ ഹലോ. ഇത് അറിയാം, നിശ്ചിത. എടാ ഞാൻ വിട്ടോടെ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ എല്ലാം ഓക്കെ. നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ഫൈമൻ കമ്പനിയിൽ വന്നതല്ലേ, ഞങ്ങളുടെ വക ഒരു ചിന്ന ട്രീറ്റ്. ഓക്കേ. ഓക്കെ. മെനു കാർഡ് വായിച്ച് കരയാൻ ഒന്നും സമയമില്ല. 3 പേര് കൂടി വരാനുണ്ട്. 3 ഫുൾ ചില്ലി ചിക്കൻ, 16 ചപ്പാത്തി, 6 ഡബിൾ ഓംലെറ്റ്, പിന്നെ ഡെസേർട്ട് ആയിട്ട് 7 സ്ട്രോബെറി ഐസ്ക്രീം. ആ പിന്നെ ഈ പാവ മനുഷ്യന് ഒരു നെയ് റോസ്റ്റും ഒരു കാപ്പി. എനിക്ക് നെയ്റോസ്റ്റ് വേണ്ട. ചേട്ടാ പഴംപൊരി ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാലേ എനിക്ക് പഴംപൊരി മതി. അല്ല, ഫൈമാൻ കമ്പനിയുടെ ബാക്കി കഷ്ണങ്ങൾ ഇവിടെ. കയറിക്കുള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. കേറി പോടാ. നോണമില്ലാത്ത എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ ആളുമകാ പെശക നിറച്ച് കിട്ടിയ. ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ. നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. ഹായ്. എന്റെ പേര് സണ്ണി കുര്യൻ. ഹായ്. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കുന്ന കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ച് ആയിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മൂമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തു പറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇവരിത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങാളെ വകുപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ നൗഫിലെന്നാ ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലെ ഒന്ന് ചാടും, പിന്നെ മുങ്ങും. ആഹാ, ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ. ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന് സൗന്ദര്യബോധമുണ്ട്. വണ്ടർഫുൾ മണി. Keep the change. Thank you, sir. The beautiful purse, beautiful bag, രണ്ടും സേഫ് ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. സമ്മതിച്ചിരിക്കുന്നു. ഐ ആം ഓൾ റൈറ്റ്. എങ്ങനെയായാലും ബില്ല് ഞാൻ പേ ചെയ്യാനിരുന്നതാ. പക്ഷെ വിവേക് പണിയൊപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും തിന്ന് തീർന്ന. അല്ല, ആരാണവന്മാരെ? കുറെ കാലായി തുടങ്ങിയിട്ട്. എന്ത് കുറച്ച് കാശ് കൊടുക്കാണെന്ന് വിചാരിച്ചിട്ട് കിട്ടുമ്പോ കൊടുക്കില്ലേ? അത് മറന്നു. ഞങ്ങളെ ഫൈമൻ കമ്പനിയുടെ 6ാം വാർഷിക വരുന്ന ശനിയാഴ്ച അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ഒരുമിച്ച് +2 പഠിക്കുന്ന സമയത്തെ ഹോസ്റ്റലിൽ വെച്ച് ചിക്കൻ ബിരിയാണി തിന്നുന്ന സമയത്ത് ഫുഡിന്റെ കാര്യം കറക്റ്റ് ഓർമ്മയാ. ആ സമയത്തായി ഈ കമ്പനി ഉണ്ടായത്. ഇവന് മെഡിസിൻ കിട്ടി. ഞാനും നോഫലും പിന്നെ സണ്ണിയും സുജിത്തും എഞ്ചിനീയറിംഗ് ചേർന്നു. ഞങ്ങള് 4 പേര് ഒരുമിച്ച. ഇവനെ മാത്രം കിട്ടുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇവനെ കൃത്യമായി നിങ്ങളുടെ കമ്പനിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു പെങ്ങളെ, താങ്ക് യു. അപ്പോ വിട്ടോട്ടെ. ഈ തരികിട പാർട്ടീസാണ് എന്റെ കമ്പനി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നൈസ് കമ്പനി. ഈ കമ്പനിയിൽ ഇത്രയും കാലം കൂടിയിട്ട് നീ ഒരു മനുഷ്യനായില്ലല്ലോ. ഇറങ്ങടി വണ്ടി. ഞാനൊരു മനുഷ്യനല്ലെന്നല്ലേ നീ പറഞ്ഞത്? നീ പോയി അവന്മാരുടെ കൂടെ കൂടിക്കോട്ടോ. എന്റെ പൊന്നു ശിവരാജ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലയോ. ആ എങ്കിൽ പിന്നെ നേരെ പിടിച്ചിരുന്നു. അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ. മമ്മിക്കൊന്നും വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കമ്പലി. എനിക്കൊന്നും ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നേ? നിന്റെ പ്രിയതവും പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ 1 കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്.
എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. They are sweet boys. അങ്ങൾ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോവും പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 മണി. ചാടിക്കോ ചാടിക്കോ വിളിച്ചങ്ങോട്ട് ചാടിക്കോ. അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയാട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റോ? അതെ അതെ പറ്റോ? കാളി പൂജ മുടക്കണ്ട, കാളി പാലിയെ കൊള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി കുത്തകളി, ഓം കാളി കുത്തകളി. അച്ചാറില്ലേ? ഇന്നല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദരേട്ടനും അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? അച്ഛനെ മാറ്റി പറയുന്നോടാ? കഴിഞ്ഞ തവണ തനിക്ക് ലാസ്റ്റ് വാണിംഗ് തന്നതാ. All of you go to your rooms. Subodh, you come with me. Hey, Subodh, മാറി നിൽക്കാൻ. You are suspended. ഇക്കാലത്ത് എങ്ങനെയാ വിശ്വസിച്ച് കുട്ടികളെ കോളേജിലേക്കാ? പണ്ട് ഇങ്ങനെയൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. ആ സുബോധനെ പുറത്താക്കിയതോടെ ഹോസ്റ്റൽ ക്ലീൻ ആയി. ഇപ്പൊ വലിയ വീമ്പിളക്കിക്കോ. ശിവൻ പ്രശ്നത്തിൽ പെട്ടപ്പോ പെണ്ണിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. ഓ, ശിവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ലേ. ആ, ഹോറിയുടെ സുൽത്താനിങ്ങ വന്നല്ലോ. ഇപ്പോഴാള് അടിപിടി സുൽത്താനല്ലേ. നീ ഒരു കുട്ടിയെ പേടിപ്പിച്ചു എന്നൊക്കെ കേട്ടല്ലോ ശിവ. ഓഹോ, അപ്പോഴേക്കും വിവരം എത്തിയോ? എടി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു മൈക്കുമായിട്ട് ഇറങ്ങി ഈ വാർഡ് മുഴുവൻ കയറി അനൗൺസ് ചെയ്യും. നീ വെറുതെ അവളോട് ചൂടാവണ്ട. എന്നോട് ഈ വിവരം പറഞ്ഞത് കുമാരനാ. അത് ഞാൻ നോണയൊന്നല്ലോ, സത്യം തന്നെയല്ലേ. ഞാൻ വിചാരിച്ചു ഇനി ഈ കേസ് കേട്ടൊക്കെ ആയിട്ട് കുറച്ചു ദിവസം ഈ ശല്യം ഒഴിഞ്ഞു കിട്ടുന്നു. ശല്യം ഇപ്പൊ തന്നെ ഒഴിവാക്കി തരാം. ഞാൻ പോവാ. മനുഷ്യനോട് കേടാ നിക്കടാ, അവള് വെറുതെ. കുമാര, വിളിക്കവനെ. നിന്റെ കളി കുറെ കൂടുന്നുണ്ട്. കുട്ടിക്കളിയല്ല ജീവിതം. ഞാനും പോവാ. നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മൂമ്മ ഒരു കാര്യം പറഞ്ഞ മക്കള് കേക്കുവോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യംകാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിനു മുൻപ് മക്കൾ അവിടെ ചെന്നൊന്ന് തൊഴണം. മംഗല്യ സൂക്തം വഴിപാട് കഴിക്കുകയും ചെയ്യണം. ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും. ഞങ്ങൾക്കിപ്പോ ഒരു ദോഷവും ഇല്ല. അമ്മൂമ്മയുടെ ഓരോ അന്ധവിശ്വാസങ്ങള്. ഞാൻ ഇറങ്ങുക. നിങ്ങളുടെ ആ പഴയ ഹിറ്റ് ഗാനം കേൾക്കണമെന്ന് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്. പ്ലീസ് നീന, ഒന്ന് സമ്മതിക്കേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനും ശിവനും കൂടി ഒരു സ്റ്റേജിൽ പാടാൻ നിഷ് സമ്മതിക്കില്ല. എനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ അവളാണല്ലേ പ്രശ്നം. രജത്ത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീനേ ശിവനും ഒരേ സ്റ്റേജിൽ, അത് ശരിയാവില്ല. നമ്പർ ഒന്ന് മാറ്റിയാലോ?
ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ കിട്ടുമെന്ന് വെച്ചാ ശിവ സുഹൃതം ചെയ്യണം. അതുപോലെ ശിവൻ പറയുക, നിശി സമ്മതിക്കാതെ ഒരു വരി പോലും മൂടില്ലാന്ന്. സ്നേഹത്തിന്റെ വില എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഒരു റിയാക്ഷനും ഇല്ലാത്ത കെമിക്കൽ പോലെ ഇരിക്കുന്നത്? ഭാഗ്യമില്ലാത്തത് ഇവിടുത്തെ കുട്ടികൾക്കാ. അവരുടെ രണ്ടുപേരുടെയും ഗാനം കേൾക്കാൻ ഇവർക്ക് വിധി ഉണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും നിശിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ ആയിട്ടും രജിത്തെ ഒന്ന് വിട്ടുപിടി, എന്റെ കയ്യിൽ ആസിഡോ. ഈ കോളേജിന്റെ ഫൈനാൻസ് സെക്രട്ടറി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ പല ഗായകരുടെയും അവരുടെ ശിങ്കിടികളുടെയും പിറകെ ഞാൻ നടന്നു. പക്ഷേ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ യുവാക്കളുടെ രോമാഞ്ചമായ പ്രേംരാജും അനുരാധയും ചേർന്ന് ഒരുക്കുന്ന ഒരു അടിപൊളി ഗാനമേള ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവനൊരു പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? നിനക്ക് അവനറിയില്ലേ? പ്ലീസ് നിഷി. ശരി, ഈ പ്രാവശ്യത്തേക്ക് ഞാൻ സമ്മതിക്കുന്നു. രാവിന്റെ പാട്ടുകാരി മനസ്സിന്റെ തമ്പുരു മീട്ടി അനുരാഗഗാനം പാടാമോ?
മനസ്സിന്റെ തമ്പുരുമീട്ടി അനുരാഗഗാനം പാടാമോ? കരയോ നല്ലൊരു മണവാട്ടി കണ്ടേ കണ്ടേ കായലിരുന്ന് അകിലയുയർത്തി കളിയല്ലോ. എന്താ കാര്യം? ചേട്ടാ കുറച്ച് കള്ളു തരുമോ? കള്ള പിന്നെന്താ? എടി നിഷി, നീ എന്താ കാണിക്കുന്നേ? അല്ല മോളെ, ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ. അതിനെന്താ എന്നെ കയ്യിലേക്ക് ഒഴിച്ചേ? എടി എടി വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെന്ന്. അവർക്ക് വേണോ? എടി, ഉണ്ടോ ചേട്ടാ? എൻ്റെ അമ്മേ. അച്ഛനമ്മയ്ക്ക് അങ്ങ് ഷാപ്പില് ഇതുള്ള ടീനേജ് ഡീൽസ്. ഒഴിക്ക്. ആരാടത്? നല്ല അസല് കള്ള്. എത്ര ചേട്ടാ കാശ്? നോ 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 നോ. കാശ് വേണ്ടേ? കുട്ടിയെപ്പോലുള്ള ഒരു സുന്ദരിക്ക് ഈ കൈ കൊണ്ട് ഇത്ര കള്ളൊഴിച്ചിടാൻ കഴിഞ്ഞത് ജന്മം സഫലമായി. ഇപ്പോഴാണ് കുട്ടി ഞാനൊരു യഥാർത്ഥ ചത്തുകാരനായി. എടി ഞാൻ ഡ്രൈവ് ചെയ്യാം. എത്ര ഫീറ്റ് ആയാലും എനിക്ക് നല്ല കൺട്രോളാ. എടി എടി നീ എന്റെ വീട്ടിലേക്കാ പോണേ. ഞാനും അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. നീ വരുന്നോ? അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഐ ആം ഫിറ്റ്. പോരെ? ഈശ്വര. എടി എടി, ഇത് നിന്റെ പപ്പയല്ല, എന്റെ അച്ഛനാ. എന്താണോ നിനക്കൊരു പരിഗക്കളി? എന്തു പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിൽ ഇരുന്നപ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ നീ മതി. അവിടെ പുറത്തിരുന്ന് ഛർദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിക്ക് കേറി വാ. വെളിയിൽ നല്ല കാറ്റല്ലേ, മോൾ ഇവിടെ ഇരുന്നാ മതി. അയ്യോ, ഇവന്റെ ഒരു കാര്യം, അച്ഛനും അമ്മയ്ക്ക് സൗന്ദര്യമില്ലേ മോളെ? വീട്ടിലേക്കൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാ ശിവന്റെ അച്ഛന് കാലൊന്ന് ഉളിക്കിയത്. നല്ല നീരുമുണ്ട്. എന്നിട്ട് എന്താ എന്നോട് പറയുന്നേ? നോക്കട്ടെ. ഒന്നുമില്ലടാ, നമ്മുടെ ആ പടിഞ്ഞാറ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോ കാലം തുളുക്കി. ഞാൻ അതിന് കുഴമ്പും വാങ്ങി പരട്ടി. എന്തായാലും രണ്ടുപേരും ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണം. മകൻ ഡോക്ടറായിട്ട് ചികിത്സിക്കാന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ രണ്ടുപേരും. കൊള്ളാം. നീ പോയി ഡ്രസ് മാറ്. അയ്യോ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോണം. സ്റ്റഡി ലീവ് അല്ലേ അമ്മേ? നിക്കടാ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അതെ. മോൾ ഇതുവരെ എപ്പോഴെങ്കിലും വേലയിൽ ഊണ് കഴിച്ചിട്ടുണ്ടോ? കൊള്ളാം. അച്ഛൻ എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പൊ സദ്യയും വാഴയിലയും ചക്കപ്പുഴുക്കും ഒക്കെ ഏത് സ്റ്റാർ ഹോട്ടലിലും കിട്ടും. ചക്കപ്പുഴുക്കും? അതെ, സ്ഥിരവെക്ക് 5 സ്റ്റാർ ഹോട്ടലല്ലേ ഭക്ഷണം. നിങ്ങൾ തമ്മിലുള്ള അടിയും പിടിയൊന്നും ഒരിക്കലും തീരില്ല കുട്ടികളെ. അല്ല, അച്ഛനും അമ്മ ഇരിക്കുന്നില്ലേ? ഏയ്, ഞങ്ങള് പിന്നെ ഇരുന്നോളാം. അത് ശരിയാവില്ല. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. എന്നാ ഇരിക്കണു മോനെടുത്ത് നീങ്ങി. മോക്ക് മീനും ഇറച്ചിയൊക്കെ പതിവായിരിക്കും അല്ലേ? ഇപ്പൊ അതങ്ങോട്ട് സഹിക്കുക. ഒരു നേരം വെജിറ്റേറിയൻ ഒക്കെ ആവാം അല്ലേ? പിന്നെ ശിവൻ പറഞ്ഞത് ശരിയാ. ആ സ്പ്രേക്ക് ഒരു പൊട്ട മണുണ്ട്. കള്ളോടിച്ച്. ശ്രീമതി കെ പി സരസ്വതി അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും കെ പി സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടിന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചുവെള്ളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. സരസു ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി നീ സരസു. മുതലാളി കടന്ന കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു നീ പേടിക്കണ്ട. പുള്ളി ചോദിക്കുമ്പോ അതെ സാർ, പറ്റില്ല സാർ എന്നൊക്കെ വെച്ചാ മതി. എടാ, ഇയാളായിട്ട് നിങ്ങൾക്ക് എന്താ ഇടപാട്? ഡെയിലി കോട്ടയ്ക്കുള്ള കാശ് ഒപ്പിക്കണ്ടേ? ഈ കേശവ പിള്ളയുണ്ടല്ലോ, ഒരു ഫൈനാൻഷ്യറാ. കടം കൊടുത്ത പണം തിരിച്ചു മേടിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കുന്നു. പക്ഷെ പ്രതിഫലം തരുന്ന കാര്യത്തിൽ അങ്ങേർക്ക് ഇച്ചിരി പിശുക്ക. അതിനു വേണ്ടി ചെറിയൊരു നാടകം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അതൊക്കെ ചളവാക്കരുത്. എന്റെ കൂടെ പോരും. വാ വാ.
സാറേ ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെറ്റി ഓട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചുകേശവുള്ള സാർ. അതാരാണ്? നിൽക്കുന്ന മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഇന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈനീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിങ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. അന്ന് കേസിന്റെ മുമ്പിൽ ആകെ നാറി. ഇപ്പൊ എന്തായി? ശിവൻ ഹീറോ ആയി, നീ സീറോയും. പ്രാണസഖി നീ കണ്ടോ? അയ്യോ, പ്രാണസഖി വിഷമത്തിലാണല്ലോ. അവന്റെ കച്ചേരി കഴിഞ്ഞ് കാണാനിരിക്കാൻ ഞാൻ. പക്ഷെ ഭാഗ്യം നിനക്ക. ഇവിടെ വേദനിച്ച അവിടെയും വേദനിക്കുമല്ലോ. അതിന് ഇത്തിരി പഞ്ചും കൂടും ഇല്ലടാ. എന്താ പെങ്ങളെ? പുതിയ ആങ്ങളമാരെ മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങൾ തീർത്തോളാം. ആങ്ങളമാരെ വിടാൻ നോക്ക്. ഈ സ്ഥലം അല്പം പെശക. ഇതാ ശിവനുമായി അന്ന് പ്രശ്നം ഉണ്ടാക്കിയ സുബോധ്. ഓ, ഒരു പെങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഇടപെടാത്ത ആങ്ങളമാർക്കേ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേരാ. അതുകൊണ്ടേ അരിയന്മാരിപ്പോ സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ? മക്കള് സ്റ്റാൻഡ്. അപ്പം മക്കള് കൊണ്ടേ പോവൂ. എന്നാത് ഇപ്പൊ തന്നെ അങ്ങ് നടക്കട്ടെ അല്ലടാ. കൊള്ളാലോ ബ്രദർ. അപ്പൊ കൊടുക്കല്ലേ ബ്രദർ? ശിവ, ഇവരെനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. നിഷി, നീ മിണ്ടരുത്. ഇവരെനിക്ക് നന്നായിട്ട് അറിയാം. ശിവ, ഇവരിപ്പൊ അങ്ങ് പോവും. നമുക്കൊന്ന് കാണേണ്ടി വരും. ചുമ്മാ കളിക്കടാ. അപ്പോ പറഞ്ഞ പോലെ നാളെ നമ്മുടെ 6ാം വാർഷികം രാത്രി 12 മണിക്ക്. ഓക്കെ? ഞാനെന്ന് അവർക്ക് വാക്ക് കൊടുത്തതാ. 12 മണിക്കാ പാർട്ടി. നീ എന്തായാലും പോണം. എടാ, എനിക്ക് എന്തോ ഒരു മൂഡില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ പാർട്ടിക്ക് പോവാൻ. അവരുടെ അടുത്ത് ചെന്നാ നിന്റെ ഈ മൂഡൗട്ടൊക്കെ മാറി ഹാപ്പി ആവും. ശിവ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ട. എന്തിനാടി നീ അവനെ നിർബന്ധിക്കുന്നത്? ശിവൻ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഏതായാലും ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ. എന്നിട്ട് ഞാൻ പോയിക്കോളാം മാഡം. എന്തേ? ശരി ആന്റി. ഓക്കെടാ. രേഖകളെല്ലാം ഉണ്ട് സാർ. രേഖകളൊന്നും വേണ്ട, ഹെൽമെറ്റ് ഇടറോ. ഞാനൊരു MBBS സ്റ്റുഡന്റ് ആണ്. ഓ, MBBS സ്റ്റുഡന്റ് എന്താ തല കല്ലിലടിച്ച പൊളിയില്ലേ? നീ പൊളിഞ്ഞ താൻ ഇറങ്ങി അങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്യുവോ? വേല കയ്യിലിരിക്കട്ടടാ. CI സാറിന്റെ അടുത്തോട്ട് ചെയ്യല്. എന്താണോ പ്രശ്നം? ഹെൽമെറ്റ് വെച്ചാ മുടി കൊഴിഞ്ഞു പോകുന്ന കണ്ടുപിടിച്ച കൊച്ചു ഡോക്ടറാ സാറേ. ഇങ്ങ് വേണം. ഐഡി കാർഡ് എടുക്ക. ഇത്ര വിവരമുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ ശിവരാജ്? മറന്നുപോയതാ സാർ. അങ്ങനെ അങ്ങ് മറന്നാലോ?
മറവിയൊരു രോഗമാണല്ലോ. അല്ല സാർ, അത് നിന്റെ മറവി രോഗം ഞാൻ മാറ്റിത്തരാം. കൊച്ചു ഡോക്ടർക്ക് ധൃതി അല്പം കൂടുതലാണല്ലോ. ഇങ്ങോട്ട് മാറിയേക്ക. ഓ, ഇനി കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഒരെണ്ണം അടിക്കണം. എന്തായാലും ഇത്ര നേരം കാത്തില്ലേ, ഇനി അവൻ വരുമോ നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ശിവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇനി അവൻ ഫൈമൻ കമ്പനി ഉണ്ടാവില്ല. അവന്റെ പെണ്ണിനെ വേണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അവളാണ് ആൺകുട്ടി. മണി 12 ആകുന്നു. കെട്ടടി, കെട്ടടി. Ready? Right. Ready, 1, 2, 3. അറിയാ, ഇത് വേഗം വാ. മക്കളെ എനിക്കിവിടെ ഒരു ഗ്യാപ്പ്. ഓക്കേ, റെഡി? 1, 2. എനിക്കൊരു 1.5 തികച്ചു വേണം. എടാ ശിവ, നീ ഒരു സസ്പെൻസ് ഉണ്ടാക്കാനല്ലേ ലാസ്റ്റ് മൊമെന്റിൽ കയറി വന്നത്? അതൊന്നും അല്ലടാ, വരുന്ന വഴിക്ക് പോലീസ് വിട്ടേ. പോലീസോ? ആ, ഹെൽമെറ്റ് ഇല്ലാത്ത. അതൊക്കെ പോട്ടെ, നീ അങ്ങോട്ട് ഒഴിക്കടാ. ഇതാ ഞങ്ങൾക്കൊക്കെ ബ്രാൻഡി, നിനക്ക് മാത്രം റഷ്യൻ വോഡ്കയൊന്നും എനിക്ക് വേണ്ട. എടാ, ഇവിടത്തെ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത ശുദ്ധമായ ഒറിജിനൽ കുന്നംകുളം വോഡ്കയാണ്. വേണേ കുടിച്ചാൽ മതി. കുന്നംകുളത്ത് അപ്പനെ വേണേലും 2 എണ്ണം കിട്ടും. അപ്പൊ cheers. ഓക്കെടാ, കഴിക്കാം കഴിക്കാം. എനിക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒരു വിധം പിടിച്ചു നിന്നോ ഇതുവരെ. കോടല അമ്മയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ഓ ഷിറ്റ്, അത് മറന്നു. മൈ ഗോഡ്, ടൗണിൽ ലോഡ്ജിൽ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. രാത്രി ഈ സമയത്ത് മീറ്റിംഗാ. വട്ട് പറയുന്നത് ഇവിടെ ഞാൻ ഇല്ലടാ. നോ ശിവ, ഐ എം സീരിയസ്. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. ഞാൻ വേണ്ടല്ലോ. അയ്യോ വേണ്ട, നീ പണി നടന്നോളെ. ഇനിയിപ്പോ ഇതും കൂടെ എടുത്തേക്കാം. എടാ, എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ആ കീ എന്താടാ? ഒരു 10 മിനിറ്റ് കൊണ്ട് വരാം. ചക്കരെ പെട്ടെന്ന് പറഞ്ഞേ. ദാ ഓക്കെ. Number is not reachable. Please try again later. ഇനി ശിവൻ എന്തിനാ ഹോസ്റ്റലിലേക്ക് പോണേ? ഇവിടെ കിടന്നോ? നീയൊക്കെ ഫിറ്റ് ആവേണ്ട എവിടെയും കിടക്കാം. എനിക്ക് നോസ്ലി പോയേ പറ്റൂ. കുറച്ചും കൂടി ക്ഷമിക്കേ, അവനിപ്പോ ഇങ്ങെത്തും. ഇതവന്റെ സ്ഥിരം പരിപാടിയാ. 3 മണിക്ക് ബസ് സ്റ്റാൻഡിൽ, 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ, പാതിരാത്രി ലോഡ്ജിൽ. എന്റെ അമ്പോ, എന്തൊരു ജന്മം. ശിവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? മമ്മിക്ക് എങ്ങനെ മനസ്സിലായി? ഹേയ്, ഇതൊന്നും മമ്മിക്ക് മനസ്സിലാവില്ലല്ലോ. മമ്മി നിന്റെ അനിയത്തിയല്ലേ. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശിവൻ ഔട്ട് ഓഫ് റേഞ്ചാ. അവൻ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? എനിക്കറിയില്ല. നീ തന്നെയല്ലേ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത്. സോറിടാ, അല്പം ലേറ്റായി. വഴിക്ക് വെച്ച് ഇവനെ കണ്ടു. ഹായ് ശിവൻ. ഹായ്. ശരി എന്നാ. അപ്പൊ ശരിടാ. ഓക്കെ, ബൈ ബൈ. ആന്റി, ഞാൻ അങ്കിള് വന്നോട്ടോ. എന്താ ഇത്ര വൈകിയത്? ഒരാളിവിടെ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അതിന് വീട്ടിലുള്ളവരെ പറ്റി വല്ല ഓർമ്മയും വേണം.
എന്നെ നീഷി മോളെ നീ ഇവിടെ പറഞ്ഞ കേട്ടോ. ഇന്നലെ രാത്രി ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. അത് നടത്തിയോട് പോയി പറയാൻ പറ്റുമോ? എന്റെ പൊന്നാശാനെ, ഞാനും എന്റെ ഭാര്യയും കൂടെ നമ്മുടെ പുന്നാര അമ്മായിയമ്മയെ കാണാൻ അതിരാവിലെ പോകാനിരിക്കുക. അത് വല്ലപ്പോഴും നടക്കുന്ന കാര്യമാ. അത് കഴിഞ്ഞിട്ട് കൊലപാതകം എന്തോ വേണേ അയക്കോ പ്ലീസ് എന്ന് പോയി പറയാൻ പറ്റും. നീ പറ. അല്ല, എന്നിട്ട് പ്രതിയെ കിട്ടിയോ? ഓ, ചത്തവനൊരു പക്കാക്രമല്ല. ആ രായശരമുള്ളയുടെ അനിയൻ. അതുകൊണ്ടെന്താ എല്ലാ ഏമാന്മാരോടെ തമ്പടിച്ചിട്ടുണ്ട്. ആരും ഒന്നാന്ന് ആർക്കറിയാം. അതുകൊട്ടെ, ജോണേട്ടൻ അവിടെ? പപ്പയും അമ്മയും പുറത്തു പോയിരിക്കാം. ആ, എന്നാ ഞങ്ങൾ കണ്ടു മോളെ. ഇന്ന് രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മതി. വരട്ടടി, ഇനി അടുത്ത കൊലപാതകം വരുമ്പോ ഇങ്ങോട്ട് വരാം. അത് കറക്റ്റ്. വരട്ടെ മോളെ. ഒഴിക്കടാ. ഒരു ലാർജുടെ ആയാലോ. കാര്യം കഴിഞ്ഞില്ലേ മക്കളെ? മിസ്റ്റർ ജിജോ, നമുക്കൊരു സ്ഥലം വരെ പോണായിരുന്നു. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിറങ്ങിയേക്കാം. വാ. വിരോധം ഉണ്ടെങ്കിലോ? ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസറായി പോയില്ല. ഇനിയ എന്ത് ചെയ്യാം? കൊണ്ടുവരിക്കാൻ പറ്റുമോ? ഞാൻ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ ഈ ജില്ല ഭരിക്കുന്ന അത്യുന്നതങ്ങളിൽ ഒരുപാട് പിടിപാടുള്ള SP സൈമൺ സെബാസ്റ്റ്യന്റെ നേരനിയൻ. Am I correct? അനിയ, നമുക്കങ്ങ് പോവാം. വെറുതെ SP സാറിന് മാനക്കേടുണ്ടാക്കണ്ട. ചേട്ടായി, ഞാൻ അങ്ങ് വന്നില്ലെങ്കിലോ? കേൾക്കണോ? ഇരിക്കടോ. ജിജോ എന്റെ അനിയനാണെന്ന് ദേവപ്രകാശ് അറിയാമല്ലോ. അറിയാം സർ. ഇരിക്കേ സർ. എന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഇവനാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് നടത്തുന്നതിന്റെ വിഷമതകൾ തന്നോട് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. ശരിയാണ് സാർ, റിസ്ക് കൂടും. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ അഭ്യാസം കാണിച്ചത് അല്ലേ? ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവന്റെ പേര് കുറെ കേസുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ജാമ്യം എടുത്തിട്ടുണ്ട്. നോ സർ, സാറിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത്തിന്റെ തിരോധാനം ജാമ്യം എടുത്തിട്ടില്ല സർ. അതൊരു സംശയത്തിന്റെ പേരുള്ള കേസല്ലോ. സംശയത്തിന്റെ പുറത്താണേലും കേസ് കേസല്ലാതാവില്ലല്ലോ സർ. അതിന് നാളെ അവന് മുൻകൂർ ജാമ്യം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവനെ കൊണ്ടുപോകും. അത് ശരിയാവില്ല സർ. ഒരിച്ചിരി കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് അങ്ങനെ അങ്ങ്. സർ, എക്സ്ക്യൂസ് മീ സർ. എന്തോ? അവര് വന്നിട്ടുണ്ട് സർ. വരാൻ പറ സർ. സാറിന്റെ ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇത്ര സോഫ്റ്റ് ആയാലെന്ന് മാത്രം. ആ, സാറ് സോഫ്റ്റ് ആകും. അല്ലേ പറ്റൂ. എന്നെ തനിക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഞാൻ ഇവനെ കൊണ്ടുപോവാ. തന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യൂ. ഓ, ആയിക്കോ, സാർ കൊണ്ടുപോയിക്കോ. പക്ഷെ ഇവരോട് നമ്മൾ എന്ത് സമാനം പറയും? കണ്ടില്ലേ, സ്വന്തം അനിയന്റെ കാര്യത്തിൽ പോലും ഒരു വിട്ടുവീഴ്ചയില്ല നിയമ നടപടി എടുത്ത SP സൈമൺ സാർ പോലീസ് ഫോഴ്സിന് തന്നെ ഒരു അഭിമാനമാണ്. സാർ, സാറിന്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ് സാർ. റിയലി ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അതെ, ഈ നൗഫലും വിവേകൊക്കെ എവിടെ പോയെന്നറിയോ? അവരെ മൊബൈൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു പിടിയില്ല. 2 ദിവസമായി മുറി പൂട്ടി കിടക്കുക. കുറെ പേര് അന്വേഷിച്ചു വന്നിരുന്നു. ഞാൻ ശിവൻ, അവരുടെ ഫ്രണ്ടാ. എന്റെ എക്സാം കഴിഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോയെന്ന് അവരോടൊന്ന് പറയണം. ഓ, പറയാം. ശരി എന്നാ. എന്താ ഭാസ്കരേട്ടാ, പേടിച്ചാ? എന്റെ ശിവ, എത്ര കാലമായി കണ്ടിട്ട്. നീ ഡോക്ടറായോ? നാളെ റിസൾട്ട് വരും. ഹലോ അമ്മേ. ഇളനീർ മണിമഴ
എന്തിനാ സുധാകരേട്ടാ നമ്മുടെ മോനെ? ഒന്നുമില്ല. നിർത്താനല്ലേ പറഞ്ഞു? സർ പ്ലീസ് സർ, ഇവൻ എനിക്ക് പേഴ്സണലായി അറിയാവുന്ന കുട്ടിയാണ്. പാവം പയ്യനാ. ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ പൊന്നു ദേവാ, പേഴ്സണലായിട്ട് അറിഞ്ഞല്ലേ പറ്റൂ. സ്വന്തം മരുമകളെ കെട്ടാൻ പോകുന്ന ആളല്ലേ? അതുകൊണ്ടൊന്നും അല്ല സർ. അപ്പോ തന്റെ മരുമകളോട്ട് യാതൊരു ബന്ധവുമില്ല? അവരുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിരുന്ന. അപ്പൊ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. കല്യാണത്തിന് മുമ്പ് ഇവന്റെ തനിനിറം പുറത്താക്കിയത് എന്നോട് നന്ദി പറയല്ലേ വേണ്ടത് ദേവാ? നോ സർ, ഐ ആം ഡാം ഷുവർ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് എന്റെ അനിയനെ വിടാൻ പറഞ്ഞപ്പോ എന്നെ ഒരുമാതിരി മൊണ്ട കളിപ്പിച്ചു. ഇടിച്ചു പൊളിക്കണം. ഒരു സംശയത്തിന്റെ പേരിൽ കാണിക്കുന്ന അക്രമമാണ്. സംശയമോ? വിളിക്കണോ ഐ വിറ്റ്നസിനെ? മരുമകന്റെ ഗുണവിചാരം അമ്മാവും കൂടി ഒന്ന് കേക്കട്ടെ. ഐ വിറ്റ്നസ് എന്താണോ താൻ കണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക. ഇതാരുടെ ബൈക്ക് ഏത്? അറിയില്ല സാർ. ആരത് വഴിയിൽ വെച്ചിട്ട് പോയത്? അത് പോലീസിനെ വിളിക്കും. ഏത് ഹരിചന്ദ്രനെ കള്ളസാക്ഷി പറയാൻ ആളെ കിട്ടും സർ? കഴിഞ്ഞില്ല, മുഴുവൻ കേക്ക്. പറഞ്ഞു കൊടുക്കണോ ബാക്കി? കൊലപാതകം നടന്ന അന്ന് രാത്രി ഞാനാ സാർ കോവൂർ ജംഗ്ഷനിൽ വണ്ടികൾ ചെക്ക് ചെയ്തോണ്ടിരുന്നത്. അന്ന് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഇവനെ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. രാത്രി 11:30 മർഡർ നടന്നത് 1 മണിക്ക്. 1:30 അവരവിടെ തിരിച്ചു പോകുന്നത് ഈ സാക്ഷികൾ കണ്ടിട്ടുണ്ട്. മതിയായോ ഡിവൈഎസ്പി സാറേ? അന്ന് എന്റെ അനിയനെ കുറ്റവാളിയാക്കാൻ നീ പറഞ്ഞതെല്ലാം വെറും സംശയത്തിന്റെ പേരായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ നീ അന്ന് കോടതി മുറിയിൽ വെള്ളം കുടിച്ചത്. പക്ഷേ എന്റെ അനിയനെ ഞാൻ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടു പോകുന്നു. അറിയാലോ, ഈ കേസ് അന്വേഷിക്കുന്നത് ഈ സൈമൺ സെബാസ്റ്റ്യൻ IPS. There are no loopholes and no hope for escape. Mind it. സാറ് വന്നപ്പോ സമാധാനായി. മോനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? പേടിക്കാനൊന്നുമില്ല, വെറും തെറ്റിദ്ധാരണ അത്രേ ഉള്ളൂ. റിലീസിങ്ങിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇന്നിവിടെ നിർത്തും. നിങ്ങൾ ഇവിടെ വീട്ടിൽ പോയിക്കോളൂ. ഞാൻ അങ്ങോട്ട്. ഞാൻ എങ്ങോട്ടും ഇല്ല. നമ്മുടെ മോനെ അവര് എനിക്കറിയാം. ശിവൻ ഇതൊന്നും ചെയ്യില്ല. അവൻ ആരും ചതിച്ചതാ. എനിക്ക് അവനെ ഒന്ന് കാണണം പപ്പ. ദേവനെങ്കിലും ഒന്ന് വിളിച്ചു നോക്കൂ. ദേവപ്രകാശിനോട് ഞാൻ സംസാരിച്ചു. തെളിവുകളെല്ലാം ശിവനെതിരാണ്. മമ്മിക്കറിയാലോ ശിവനെ. ഞാനും നീയും അറിഞ്ഞിട്ടെന്താ? കേസിന് എവിഡൻസ് അല്ലേ പ്രധാനം? മോള് പപ്പ പറയണ കേക്ക്. സ്റ്റേഷനിൽ പോയി അവനെ കാണണ്ട. 2 ദിവസം കഴിയുമ്പോ ജാമ്യത്തിൽ ഇറങ്ങുമല്ലോ, അപ്പൊ കാണാം. അല്ല പപ്പ, എനിക്ക് കാണണം. വേണ്ട. മണിയമ്മേ, നിങ്ങളിങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നതുകൊണ്ടാണോ മണിയമ്മ പേരിട്ടത്? നിന്റെ തന്തയും തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ എന്ന് പേരിട്ടത്? മനുഷ്യനോട് വട്ട് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കരച്ചിലോടെ കരച്ചിൽ തന്നെ. ശിവൻകുട്ടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുവോടാ? അത് നമുക്കല്ലേ അറിയുള്ളൂ. എല്ലാ തെളിവുകളും അവനെതിരാണെന്ന് ദേവസാർ പറഞ്ഞുത്രേ. സുന്ദരേട്ടാ, എന്താ മോളെ? ശിവൻ എവിടെയാ ഉള്ളതെന്നറിയോ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. ഈ
ഈ അവസ്ഥയിൽ മോള് സ്റ്റേഷനിലേക്ക് പോവാതിരിക്കാൻ നല്ലത്. എല്ലാരും എന്താ ഇങ്ങനെ? എനിക്ക് എന്തായാലും ശിവനെ ഒന്ന് കാണണം. ഒന്ന് പപ്പയോട് പറയൂ സുന്ദരേട്ടാ. റാങ്ക് ജേതാവ് കൊലക്കേസ് പ്രതി സുൽത്താൻ ശിവൻ അറസ്റ്റിൽ. MBBSന് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. പ്രമുഖ അബ്കാരി വ്യവസായി ശിവശങ്കരൻ പിള്ളയുടെ സഹോദരൻ രാജശേഖരൻ പിള്ളയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ശിവരാജൻ. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇല്ല, അതിനു മുമ്പ് എനിക്ക് അവനൊന്ന് കാണണം. പോലീസും കോടതി എത്രത്തോളം പോകുമെന്ന് ശിവശങ്കരപിള്ളയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെ അനിയൻ രാജശേഖരനെ കൊന്നത് അവനാണെങ്കിൽ അവന്റെ ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയല്ല, ഞാനാ. ഞാൻ വിധിക്കും. കണ്ടോ, സുൽത്താൻ ശിവരാജൻ. നമ്മുടെ വണ്ടി ഇന്നൊരു അടിപിടിക്കുള്ള വകുപ്പായി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അക്കടി പറ്റിയിട്ടില്ല. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അറിയില്ല സർ. അറിയില്ല സാർ. ആ എംബോക്കികൾ അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം നടത്തതാ. എന്റെ 8.5 ലക്ഷം രൂപയായിട്ട് അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. ഏതായാലും അവൻ പിടിയിലായല്ലോ. സാറിനൊരു കംപ്ലൈന്റ് കൊടുത്തൂടെ? നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാണോ ഞാൻ നിനക്ക് ശമ്പളം പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കുഴല, കുഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയും വിഴുങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ ഇന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. എടാ സുൽത്താനെ, എന്റെ മർമാണി ഞാൻ ഇടിച്ച് ഞെരിച്ച് പിഴിച്ച് ഓടിച്ചും. ആ നിൽക്കുന്നതാണ് സുൽത്താൻ ചന്റെ അച്ഛനും അമ്മയും. അപ്പൊ താനാണ് ടിപ്പു സുൽത്താന്റെ തന്ത ഹൈദരാലി. എന്താടാ ഹൈദരാലിയുടെ ഭാര്യയുടെ പേര്? അറിയില്ല സാർ. അറിയില്ല സാർ. ആഹാ, പെണ്ണുപിള്ളയുടെ കഴുത്തിലെ മാലയൊക്കെ കൊള്ളാമല്ലോ. പുതിയ ഫാഷനാ. വളയും തിരക്കേടില്ല. കേട്ടോ പറഞ്ഞവരെ, എന്റെ പെണ്ണുപിള്ള ഇത്രയും നല്ല മോഡലല്ല. എന്റെ 8.5 ലക്ഷത്തിന് പുട്ടടിച്ച് നല്ലോണം തടിച്ച് ചേർത്തല്ലോ അതെന്തേ തള്ളേ. കാൽപ്പണം കടലിൽ പോയ കണ്ണുമടച്ച് മുങ്ങിയെടുക്കുന്നതിനെ കൊച്ചി വശമുള്ള അവനെ മാത്രമല്ല നിങ്ങളെ ഞാൻ വിടില്ല. മനസ്സിലായോ ഹൈദരാലി? അവനെ ഇടിച്ച് ചമ്മന്തി പരിവോക്കി എന്റെ കയ്യിലോട്ട് തരണേ പോലീസ് ദൈവങ്ങളെ. അല്പം ലേറ്റ് ആയി പോയി. എങ്കിലും അവനെ കണ്ടല്ലോ അല്ലേ? ഒരു നോക്ക് കണ്ടു, അത് പോരല്ലോ, ശരിക്കൊന്ന് കാണണം. ആ ഹലോ ഋഷി. എന്താ അങ്കിളെ? ആ ഫൈമൻ കമ്പനിയിലെ ആരെങ്കിലും മോളെ വിളിച്ചിരുന്നോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം മോക്കറിയാവോ? 2-3 തവണ അവരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല അങ്കിൾ. ശിവന്റെ കൂടെ +2 പഠിച്ചിരുന്നവരവര്. ഓ, ആ വഴി കൂടെ നോക്കാം. ആ അതിൽ വിവേകന്റെ മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചു ദിവസമായിട്ട് സ്വിച്ച് ഓഫാ. ശിവനെ പ്രശ്നത്തിൽപ്പെട്ടത് ഞാൻ കാരണമാണെന്നൊരു തോന്നൽ. അന്ന് രാത്രി ആ നശിച്ച കമ്പനിയിലേക്ക് ഞാനാ അവനെ പറഞ്ഞു വിട്ടത്. മോൾ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. മോളെ, അമ്മ ശിവനെ കണ്ടോ? എന്റെ മോനെ പോലീസുകാര് സഹിക്കാൻ പറ്റണില്ലല്ലോ മോളെ. എന്താണോ ഇത്? ഇല്ല, അവനൊന്നും വരില്ല. മോള് സങ്കടപ്പെടണ്ട. ഒന്നും പേടിക്കല്ലെന്ന് പറഞ്ഞു നോക്കിയില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ മോളെ, നിഴല് പോലെ നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും ഇല്ലച്ചാ, ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പാ. നമ്മുടെ ഉറപ്പുകളെല്ലാം തകർന്നു പോവാണല്ലോ മോളെ. ഏത് ദൈവങ്ങൾക്കാ എന്റെ മക്കളോട് ഇത്രയും അസൂയ തോന്നിയത്?
ഒന്നുമില്ലടോ, അവൻ വരും. താനെന്തിനാടോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അവൻ വരും, വരും. കണ്ണൂര് വിയ്യൂര്, പിന്നെ വിയ്യൂര് കണ്ണൂര്, ഇങ്ങനെ മാറി മാറി ജയിലിൽ കിടന്നവനാ ഞാൻ. നിന്നെ പോലെ തറവാട്ടി പറഞ്ഞൊരു തെണ്ടിയെ ഞാൻ ഇതുവരെ ജയിലിൽ കണ്ടിട്ടില്ല. ആ ശിവശങ്കരൻ മുതലാളിയുടെ അനിയൻ രാജശേഖരൻ ചെറ്റ നിനക്കിട്ട് കുറെ താങ്ങിയതല്ലേ? ആ കഴിവേറി മോനെയാ ഇവൻ തട്ടിയത്. മറ്റേ ബീഡി ഒരെണ്ണം കൊടുക്കലിയാ, അവനൊരു മനസമാധാനം കിട്ടട്ടെ. വെടിക്കെട്ട ഏറ്റവും അളിയാ. ശിവരാജ്, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. പേര് ശിവരാജൻ അല്ലേ? ശിവരാജൻ എന്നാണോ അതോ മോഡേൺ ആയിട്ട് ശിവരാജ് എന്നാണോ? രണ്ടായാലും പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ പേര് തന്നെ. ജനിച്ചപ്പോ അമ്മ എനിക്കിട്ട പേരെന്താണെന്നറിയോ? ശിവശങ്കരൻ പിള്ള, ശിവശങ്കരൻ മുതലാളി. എന്റെ സിംഗടിയാ. 16 വർഷമായി കൂടെ നിൽക്കുന്നു. ആള് ബഹും എടുക്കണ. പക്ഷേ ഇപ്പോഴും എന്നെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസം പത്രം വായിച്ചപ്പോഴല്ലേ ഞാൻ അറിയുന്നത് നീ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട വിവരം. സത്യം പറയാലോ, ആള് ക്രിമിനലാണെന്ന് കേട്ടപ്പോ ഞാൻ കരുതി ഇവനെ പോലും പൊങ്ങനായിരിക്കുന്നു. പക്ഷെ നീ ആള് സുന്ദരനല്ലേ? മിസ്റ്റർ ശിവരാജ്, വിസിറ്റർക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് ഇയാളെ അറിയില്ല. നീ കൊള്ളാവല്ലോടാ. നിന്നെ പരിചയപ്പെടാനല്ല ഞാൻ വന്നത്. എനിക്കൊരു അനിയൻ കുട്ടിയുണ്ടായിരുന്നു, രാജശേഖരൻ. അനിയനല്ല, അവനെന്റെ വലം കൈയായിരുന്നു. കഴിഞ്ഞ 29 രാത്രി ഒരു കള്ള കഴുവാടവാൻ അവന്റെ നെഞ്ചിലിട്ട് കത്തിയിറക്കി. അവനെ ഒന്ന് നേരിട്ട് കാണാനാ ഞാൻ വന്നത്. അത് ഇവൻ തന്നെയാ മുതലാളി, സുൽത്താൻ ശിവൻ. ഞാനെന്താ കണ്ണൂട്ടനാണോ? ഇവനും മധുരം കൊടുക്കാനല്ല ഞാൻ വന്നത്. നീ ജാമ്യത്തിൽ ഇറങ്ങടാ, അതിന് വഴി ഞാനുണ്ടാക്കും. എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. വാടാ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചേട്ടൻ ഇവിടെ? താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ ചുമ്മാ ചുമ്മാ. എനിക്ക് ആ ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നുമില്ലല്ലോ, ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കില്ലർ കേശവ്. സംശ തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി, സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ടയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ, അല്ല തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ വേറെ ഓട്ടം നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താനിവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായിരുന്നോളൂ.
പറ്റിച്ചു. ശിവ, എടാ ശിവ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അന്ന് രാത്രി പാർട്ടി നടന്നപ്പോ നീ അല്ലടാ എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയത്. ശിവ പ്ലീസ്, ശിവ അവനെ വിട്, ഞാൻ പറയാൻ നടന്നത് എന്തൊക്കെയാണ്. നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവർ ഒറ്റൊരുത്തനെ എന്റെ ജീവിതം നീ അല്ലേ? എടാ ഞാനല്ല. കള്ളം പറയുന്നോടാ. എന്റെ ബൈക്ക് ഹോട്ടലിൽ കണ്ടതിന് സാക്ഷികളുണ്ട്. അവനെ ജീവൻ പണയം വെച്ച് നിന്നെ അവിടുന്ന് പൊക്കിയത് ഇവിടെ വന്ന് തല്ലുണ്ടാക്കാനല്ല. ഭാഗ്യത്തിന് നിന്നെ ഞങ്ങളുടെ കിട്ടി. ആ പിള്ളമാരുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അവര് നിന്നെ കൊന്ന് കൊക്കയിലറിഞ്ഞേനെ. അതായിരുന്നു നല്ലത്. അത്രയ്ക്ക് നല്ല സമ്മാനമാണല്ലോ നീയൊക്കെ കൂടെ എനിക്ക് തന്നത്. നിന്റെ ബൈക്ക് ഇവനെ കൊണ്ടുപോയതെന്ന് നീ പോലീസിനോട് പറഞ്ഞോ? വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും എല്ലാം. പക്ഷെ നിങ്ങൾ ഈ തെണ്ടിത്തരം ചെയ്തെങ്കിലും സ്നേഹിച്ച കൂട്ടുകാരെ ചതിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എടാ സത്യം മനസ്സിലാക്കാതെയാ നീ. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചത്. നിങ്ങളൊക്കെ സേഫാണ്. പോലീസിന് സത്യം അറിയണമെന്നില്ല. എല്ലാം എന്റെ തലയ്ക്ക് വീണില്ലേ. നീ പിന്നെ ഇവനെ തെറ്റിദ്ധരിക്കല്ലേ. അന്ന് രാത്രി ഇവന്റെ കൂടെ വന്ന അനിലില്ലേ, അവനാ ഇതെല്ലാം ചെയ്തത്. എന്നെ വിശ്വസിപ്പിക്കാനുള്ള പുതിയ തന്ത്രം. കേശവിള്ളയ്ക്ക് വേണ്ടി ഗുണ്ടാപ്പണി, വണ്ടിപിടുത്തം, കുഴൽപ്പണം കടത്ത്, ഇതൊന്നും ഇത്ര കാലമായിട്ട് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ കേശവിള്ളയുടെ ഓഫീസിൽ നിങ്ങളെല്ലാം കൂടെ എന്നെ തലവനാക്കിയത്. അയാൾക്ക് വേണ്ടി ചെറിയ ചില വൃത്തികേടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ചില്ലറ ചില തരികടകൾ. അതൊക്കെ ഇവനോട് തുറന്നു പറയണമെന്ന് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അതൊരു തെറ്റായിപ്പോയി, സമ്മതിക്കുന്നു. വെള്ളം അടിച്ച് ഫിറ്റായി ഇവൻ ആ പെണ്ണുമ്പിളടുത്തേക്ക് ഓടിയതാ ഇതിനൊക്കെ കാരണം. ഇവന്റെ ആ വൃത്തികെട്ട സ്വഭാവ നിന്നെ കുടുക്കിയത്. ഇവന്റെ ഫ്രണ്ട് അനില, ആ സുജാതക്കന്റെ ഏജന്റ്, ഇവനെ അവിടെ മയക്കി കിടത്തി നിന്റെ ബൈക്കും കൊണ്ടുപോയി അവനായി പണി ഒപ്പിച്ചത്. അതെ, നീ പിടിയിലായ ശേഷം ഈ പന്നിനതൊക്കെ ഞങ്ങളോട് പറയുന്നത്. 2 ആഴ്ചയായി ഞങ്ങൾ അനിലിനെ തിരയാൻ തുടങ്ങിയിട്ട്. സുജാതാക്കിന് വീട് പൂട്ടിയിരിക്കുക. സോറിടാ, കുറച്ചൊക്കെ വൃത്തികേട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്നെ ചതിച്ചു എന്ന് മാത്രം പറയരുത്. അനിലിനെ ഞാൻ കണ്ടുപിടിക്കും. എന്തിന്? പ്രതി ഇനി ആരായാലെന്താ? ഒരു ജീവിതം മുഴുവൻ മകനെ ഡോക്ടറാക്കാൻ പാടുപെട്ട എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്ത് പറഞ്ഞടാ സമാധാനിപ്പിക്കുക? അന്ന് സ്റ്റേഷന് മുന്നിലൂടെ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോൾ അച്ഛനും അമ്മയും നിഷിയൊക്കെ ഒരായുസ് മുഴുവൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളാ തകർന്നു പോയത്. എല്ലാം പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോ. കുമാരേട്ടാ, അമ്മമ്മ ഡിസ്ചാർജ് ആയി പോയോ? അപ്പൊ കുട്ടി അറിഞ്ഞില്ലേ? കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നതാ. രാവിലെ നേഴ്സ് എന്ന് വിളിച്ചപ്പോ ഒരനക്കവും ഇല്ല. മരിക്കണേന്റെ തലേന്ന് ഇതെന്നെ ഏൽപ്പിച്ചിരുന്നു. ശിവനോ മോളോ വന്നാ തരാൻ പറഞ്ഞു. ശിവന്റെ കാര്യം പത്രത്തിൽ കണ്ടു. ആ 2 ദിവസവും ഞാൻ പത്രം കൊടുത്തില്ല അമ്മൂമ്മയ്ക്ക്. പക്ഷേ മരിക്കണേന്റെ തലേന്ന് വിവരം അറിഞ്ഞിരിക്കണോ? ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, മംഗല്യങ്കാവ്. നല്ല ശക്തിയുള്ള ദേവിയാ. വിവാഹത്തിനു മുൻപ് മക്കൾ അവിടെ ചെന്നൊന്ന് തൊഴണം. ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും. പ്രാണസഖി ഒറ്റയ്ക്കാണല്ലോ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ കാണാൻ ഒരു മോഹം. ദൈവത്തോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു, നിന്നെ ഒറ്റയ്ക്കൊന്ന് കാട്ടിത്തരണേന്ന്. അതിത്ര പെട്ടെന്നാവെന്ന് കരുതിയില്ല. പ്ലീസ്. അയ്യോ, കേട്ടില്ലടാ. ഇത്ര നല്ലൊരു കുട്ടിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ആരുമില്ലാത്തൊരു കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ. ദൈവകോപം കിട്ടും. ഇതെന്താ? നോക്കട്ടെ. ഇത് കണ്ടില്ലേ? മോതിരമായി നടക്കുക ഇവള്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെടി. എന്റെ കൈ പാകാണെങ്കിൽ കൂടെ വരൂ നീ.
പറഞ്ഞു കൊടുത്തേക്ക് ശിവനോട് സുബോധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഓടി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ കണ്ടേ പറ്റൂ. എന്റെ പൊന്നു ശിവ, നീ വെറുതെ വിട്ടിതം കാണിക്കണം. ആ പിള്ളമാരും പോലീസുകാരും നാടും കൂടെ തപ്പി നടക്കുക. എന്നെ ഒരു പിള്ളയ്ക്കും കിട്ടാൻ പോകുന്നില്ല. എടാ, നിങ്ങൾക്ക് എന്നെ ഇവിടെ എത്തിക്കാൻ പറ്റൂ? ശിവ, മതിയടാ, ഇനി തല്ലിയാവും ചത്തുപോകും. മുതലാളി, ഇതാ മറ്റവളുടെ വീട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോളണം. ജീവനോടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അവളെ കാണാൻ ഇവിടെ എത്തും. അതാണ് ഞങ്ങളുടെയും പേടി. ജീവനുണ്ടേ കാണാം. അതെ അതെ. എടാ, ഒന്ന് നിർത്തടാ, ഒന്ന് നിർത്ത്. എന്താ ആ ഫോൺ എന്താ? എന്തിനാ? താ. എടാ, നിഷയെ വിളിക്കാനുള്ള കുഴപ്പമാകുക. പിന്നെ ഒരു കുഴപ്പമില്ല. ഹലോ നിഷി, ഞാനാ. നീ എവിടെയാ? ഞാനിപ്പോ വരാം, നീ പുറത്തോട്ട് വാ. എടാ, നീ ലെഫ്റ്റിലോട്ട് പോ. ശിവ, കുഴപ്പമാകുക. ഞാൻ പറയുന്നേക്ക്, നീ വണ്ടി എടു. കണ്ടളിയാ നോക്കട്ടെ. മുതലാളി, അവള് പുറത്തിറങ്ങി ആരെ കാത്തു നിൽക്കുകയാണ്. അവിടെ ഉണ്ട്. ഓ ശരി മുതലാളി. വേഗം വരണേ. ഞാനിപ്പോ വരാം, നീ ഇവിടെ നിൽക്കും. നിങ്ങൾ എവിടെ പോയി കിടക്കരുതാ? ഇവൻ നിഷയെ ഒന്ന് കാണാൻ പോയതാ. പിള്ളേരുടെ കയ്യിൽ നിന്ന് തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണോ നീ? അവൻ പറഞ്ഞപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? അവൻ പറഞ്ഞപ്പോ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കായിരുന്നില്ല നമ്മളവനെ. എന്നിട്ട് അവനെ വിടറാ. എടാ, ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ടുപോയെ. ദിവസം കണ്ടോണ്ടിരുന്നല്ലടാ അവളെ ഞാൻ. ഇപ്പൊ എത്ര ദിവസമായി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നടാ. അതുകൊണ്ടാ നിങ്ങളെ കാണാഞ്ഞപ്പോ ഞാൻ ആകെ പതറിപ്പോയി. ആ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ. സോറിടാ. എന്നിട്ട് കണ്ടോടാ അവളെ?
മിസ്റ്റർ ജോൺ വർഗീസ്. യെസ്. താങ്കളുടെ മകളല്ലേ നിഷിത ജോൺ? അതെ. ഒന്ന് വിളിക്കണം. എന്താ കാര്യം? താങ്കൾ വിളിക്കുന്നു അതോ ഞങ്ങൾ പിടിച്ചിറക്കണോ? എന്റെ മോളെ ഇവിടെ വന്ന് പിടിച്ചിറക്കുമ്പോ അത് എന്തിനാണെന്ന് ഞാനും കൂടി ഒന്ന് അറിയണ്ടേ? ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മിസ്റ്റർ ജോൺ വർഗീസ് അറിയാറുണ്ടോ? എന്നാൽ സുൽത്താൻ ശിവനെ അറിയാമല്ലോ. അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്കറിയുന്നത്. ശിവരാജനെ അറിയാം, പക്ഷേ കേസിൽ പെട്ടതിന് ശേഷം ഞങ്ങൾ ആരും അവനെ കണ്ടിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ജോൺ വർഗീസിന് ഒന്നും അറിയില്ല. ഇന്നലെ തന്റെ ഈ മോളെ ഒരുത്തൻ കണ്ണിറുക്കി കാണിച്ചെന്ന് പറഞ്ഞ് അവനെ അടിച്ചിട്ടിരിക്കുക ശിവനും അവന്റെ കൂട്ടാളികളും ചേർന്ന്. ജാമ്യത്തിൽ ഇറങ്ങിയവൻ വീണ്ടും പ്രതി. ഇങ്ങനെ പോയാൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ലോ തന്റെ മരുമോന്. ആ ശിവൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, നീ അവനെ കാണുകയും ചെയ്തു അല്ലേ മോളെ? എന്താ ജോണേട്ടാ, എന്താ ഇവിടെ? ഒന്നുമില്ല ഡോക്ടറെ. സുൽത്താൻ ശിവൻ ഇന്നലെ ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയെന്ന് അറിയണം, അത്രേ ഉള്ളൂ. വാ തുറന്ന് പറയണ്ടേ പെങ്കൊച്ചേ? എടി ചോദിച്ചത് കേട്ടില്ലേ? ശിവൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നോ? ഉണ്ട് നിഷി, ഉണ്ടെങ്കിൽ പറ. വന്നിരുന്നു. മതിലിനപ്പുറത്ത് ഞാൻ കാണുകയും ചെയ്തു. പെട്ടെന്ന് ശിവനെ ആരോ ഫോളോ ചെയ്യുന്നതും കണ്ടു. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല പപ്പ. പിന്നീട് നിന്നെ അവൻ വിളിച്ചില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? സർ, സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പെട പഠിച്ച ഇവള് തത്ത പറയുന്ന പോലെ പറയും. കുറെ നേരമായി തുടങ്ങിയിട്ട്. ശിവരാജൻ എന്റെ മോള് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവളെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങ് പോവോ? പിന്നെ ദേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കുപ്പായമിട്ട് ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തിട്ടാ കേണൽ ജോൺ വർഗീസ് നിൽക്കുന്നത്. പോലീസ് പറ ഇവിടെ വേണ്ട. ഞങ്ങൾ വീണ്ടും വരും, അപ്പോഴും കാണണം ഈ വീഡിയോ ഒക്കെ. കാണും. ജോണേട്ടാ മതി. തകർന്നു പോയല്ലോടി നമ്മുടെ ജീവിതം. അനിലിന്റെ വീടല്ലേ? അതെ സാർ. അവനോടുണ്ടോ? ഇല്ലല്ലോ, ബോംബെ പോയിരിക്കുക. സുജാതക്കന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഇന്ന് 8 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞതാ. ഇപ്പൊ മണി 11 ആയി. നിനക്കെന്താ വട്ടുണ്ടോ? അക്കം വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവര് ക്ലീൻ ആയിട്ട് മുങ്ങി, അത്ര തന്നെ. എടാ, പോലീസ് അന്വേഷണം വന്നപ്പോ നിന്റെ അമ്മ എന്താ അവരോട് പറഞ്ഞേ? മുംബൈക്ക് പോയെന്ന്. പക്ഷെ നിന്റെ ഫോൺ നമ്പർ പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. മർഡർ നടന്ന രാത്രി ആ നമ്പറിലേക്ക് വന്ന കൂടുതൽ കോളുകളും എന്റേതാ. അങ്ങനെയാ പോലീസ് എന്നെ അന്വേഷിച്ചെത്തിയത്. തൽക്കാലം അമ്മ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും അവരത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശിവനോടും കൂട്ടുകാരോടും നീ എന്താ എന്റെ പേര് പറഞ്ഞത്? നിനക്കറിയില്ലെന്ന് പറഞ്ഞ പോരായിരുന്നു. അവര് വിശ്വസിക്കുന്ന ഒരു കാരണം പറയണ്ടേ? അന്ന് പാർട്ടി നടത്തിയ രാത്രി നിന്നെ അവർ എന്റെ കൂടെ ബൈക്ക് കണ്ടതാണല്ലോ. ഫൈമാൻ കമ്പനി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുന്ന വിശ്വാസത്തില ഇതുവരെ ശിവൻ ഒന്നും മിണ്ടാതിരുന്നത്. ഇനി അവനെ ആ പിള്ളയുടെയോ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ എന്താവും സ്ഥിതി? അവൻ എന്റെ പേര് പറയും, ഞാൻ കുടുങ്ങുകയും ചെയ്യും. സുജാതക്കരെ നിനക്ക് പരിചയപ്പെടുത്തിയത് ഞാനാ. 10 ലക്ഷം രൂപ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഏറ്റത് ഞാനാ. പക്ഷേ രാജശേഖരൻ പിള്ളയെ കൊന്നത് നീയാ. എന്നെ കുടുക്കിയിട്ട് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ എന്താ ഈ പറയുന്നേ? നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ മാത്രം രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? നീ രക്ഷപ്പെടാനോ? ഈ കേസ് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും ഒടുക്കം നിന്റെ തലക്കേ വീഴും. ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ശിവന്റെ മരണം. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? ശിവനെ കൊല്ലാനോ? അതെ, പോലീസിന്റെ കയ്യിൽ ശിവനെ കിട്ടിയാൽ സത്യം മുഴുവൻ അവരറിയില്ലേ? DYSP ദേവപ്രകാശ് എന്നെ പൊക്കിയാൽ എല്ലാം ഞാൻ വിളിച്ചു പറയും. പിള്ളയെ കൊന്നത് നീയല്ലേ? അപ്പൊ ഈ കേസിൽ 1-ാം പ്രതി നീ തന്നെ. സ്വന്തം അനുജനെ കൊന്നത് നീയാണെന്ന് അറിഞ്ഞാൽ നിന്ന നിൽപ്പിൽ കത്തിച്ചു കളയും പിള്ള. സുജാതക്കനെ നിനക്കറിയാലോ, അവരീ കേസിൽ നിന്ന് വരും. അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒപ്പം ഞാനും.
കുടുങ്ങുന്നത് നീയാ, നീ മാത്രം. ഇനി നീ തീരുമാനിക്കും. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശിവന്റെ ജീവൻ. എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നത്? അതെ, എനിക്ക് ഭ്രാന്ത. എന്താ നിന്റെ ഉദ്ദേശം? അവനെ കൊല്ലാനോ? കൊല്ലാൻ തന്നെ. എന്തിന്? ശിവൻ ജീവിച്ചിരുന്ന നമ്മളൊക്കെ കുടുങ്ങും. നീ എന്തായി പറയുന്നത്? കേശവ പിള്ളയ്ക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. പിന്നെ അനിലിനെ കിട്ടിയ ശിവശങ്കര പിള്ളയെ ഒതുങ്ങും. പിന്നെന്താ പ്രശ്നം? പിന്നെ ആ പ്രശ്നം രാജശേഖരൻ പിള്ളയെ കൊന്ന അനിലല്ല, ഞാനാ. സത്യമാണ്. അതെ, അന്ന് രാത്രി സുജാതാക്കന്റെ അടുത്തേക്ക് തന്നെയാ ഞങ്ങൾ പോയത്. അവര് പറഞ്ഞതനുസരിച്ച് പിള്ളയുമായി ഇടപാട് തീർക്കാൻ ഞാനും അനിലും അവിടെ എത്തി. സുജാതാക്കൻ പറഞ്ഞു വിട്ടതാ. ഓ, എന്താ കാര്യം? അക്കനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, 10 ലക്ഷം കാശന്റെ കയ്യിലുണ്ട്. പക്ഷേ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രാജശേഖരൻ പിള്ളയെ വില കെട്ടാൻ അവൾ ആയിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞേക്കടാ. കാശില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലേണ്ടെന്ന് പറഞ്ഞു അക്കൻ. വെക്കണം. രാജശേഖരൻ പിള്ള എന്നെ കൊന്നുകളയുമെന്ന് തോന്നിയപ്പോഴാ ഞാനത് ചെയ്തത്. ഇപ്പൊ അനിലിനെ തേടി പോലീസ് എത്തിയിരിക്കുക. അവനെ പിടിച്ച ആദ്യം ഞാൻ കുടുങ്ങും. അതിന് ശിവനെ എന്തിനാ നീ? ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ശിവന്റെ തലയിലാ. കേശവ പിള്ളയുടെ 8.5 ലക്ഷം, രാജശേഖരൻ പിള്ളയുടെ കൊലപാതകം, ഇവനങ്ങ് തീർന്ന അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പോലീസിന്റെ അന്വേഷണത്തിൽ ശിവനെ കൊന്നത് ശിവശങ്കരൻ പിള്ളയുടെ തലയിലും. ഞങ്ങൾക്ക് ഇതിന് കൂട്ടുവെക്കാൻ പറ്റില്ല. ഇതിനാണോ ജയിലിന്റെ മുന്നിൽ അവനെ കൊണ്ട് കൊണ്ടുവന്നേ? പിള്ളയുടെ ഗുണ്ടകൾ ശിവനെ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും പറയിച്ചിരുന്നെങ്കിലോ അപ്പൊ ഞാൻ മാത്രം കൊടുങ്ങും. അങ്ങനെ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നു കരുതണ്ട. കിട്ടിയ പൈസയുടെ പങ്ക് നിങ്ങൾ എല്ലാവരും പറ്റിയിട്ടുണ്ട്. രാജശേഖരൻ പിള്ളയുടെ കയ്യിൽ നിന്ന് കിട്ടിയ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷമേ സുജാതാക്കിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 5 ലക്ഷം നമ്മളൊക്കെ കൂടി ഷെയർ ചെയ്തതാ. അന്ന് പൈസ കൊണ്ടുവന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എവിടെ നിന്ന് കിട്ടിയെന്ന്? നീ അന്ന് എന്താ പറഞ്ഞത്? ജപ്തി ചെയ്യാൻ പോകുന്ന വീടിന്റെ ആധാരം ഉമ്മയ്ക്ക് തിരിച്ചു കൊടുത്തപ്പോഴാ ഞാനൊരു മകനായതെന്ന്. ആ മകൻ കൊണ്ടുവന്ന പൈസ ഇങ്ങനൊരു ജീവന്റെ വിലയായിരുന്നു എന്ന് നിനക്ക് നിന്റെ ഉമ്മയോട് പറയാൻ പറ്റും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിന് കൂട്ടുവെക്കാൻ പറ്റില്ല. കൂത്ത് നിന്നേ പറ്റൂ. ഞാൻ കുടുങ്ങിയ നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിക്കുക. അത് മതി. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ.
എന്താടാ? വാ. രാജശേഖരൻ പിള്ള എത്തുന്നത് ഞാനാ. നീ ചത്തില്ലെങ്കിൽ ഞാൻ കുടുങ്ങും. രക്ഷിക്കണം സാർ, ഇവനെന്നെ കൊല്ലാൻ വരുന്നു. പറ്റിച്ച കാശ് മുഴുവൻ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞപ്പോ ഇവനെന്നെ കൊല്ലാൻ വരിക സാറേ. കൂട്ടുകാരെ മുഴുവൻ പൂട്ടിയിട്ടിരിക്കുക സാർ. ഇവനെന്നെ കൊല്ലും സാർ. കുറെ കാലമായില്ലേ ഇവൻ നമ്മളായിട്ട് കളിപ്പിക്കുന്നു. മനസ്സ് തവഞ്ഞ് ഞാൻ ഇവനിട്ടൊന്ന് കൊടുത്തോട്ടെ സാറേ. സാറിന്റെ അനിയനെ കുത്തി കൊന്നവനാ സാറേ. കൊടുക്ക് സാറേ. ശിവ, വാതിൽ തുറക്ക്. ചതിച്ചു നോമ്പ്. Bring him. കുഴല് നിന്റെ അപ്പൊ സുൽത്താനല്ല പ്രതി ചെറുത്താനാണല്ലേ? എന്റെ 8.5 ലക്ഷം പുട്ടടിച്ചോടാ. നിന്നെയൊക്കെ ഞാൻ സൈമൺ സാറേ,
ഇനി എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കേ മോനെ, മോളെ, ഇനി നിങ്ങൾ അങ്ങോട്ട് പാറി പറക്കണ മക്കളെ. കൂട്ടുകാരി രാവിന്റെ പാട്ടുകാരി മനസ്സിന്റെ തമ്പുരു മീട്ടി